തിരുവനന്തപുരം ഹീര ഫ്ളാറ്റിലെ നമ്മൾ സദാചാര ഇടപെടലുകൾ നമ്മൾ ന്യൂസ് 18 വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ അതിൽ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അവിവാഹിതരെന്ന ഒറ്റ കാരണം കൊണ്ട് താമസക്കാരെ ഇറക്കിവിടരുത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ തടയാൻ പാടില്ല എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ആ നടപടികൾക്ക് സ്റ്റേ കൊടുത്തിരിക്കുകയാണ് കോടതി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ആദ്യം ഈ സംഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ്. എന്താണ് എന്ന് അവിടെ പോയി ചോദിച്ച് മനസ്സിലാക്കി അവരുടെ പ്രതികരണം ഉൾപ്പെടെ ഇപ്പോൾ എന്തായാലും അതിൽ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. പരാതിക്കാരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു സാഹചര്യമാണോ ഉള്ളത്? എന്താണ് ഫ്ളാറ്റ് ഓണേഴ്സിന്റെ ഇപ്പോഴത്തെ നിലപാട്? ഫ്ലാറ്റ് ഓണേഴ്സ് ഇപ്പോഴും ഇത് സംബന്ധിച്ച ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അവർ നമ്മളെ ഫോണിൽ സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒന്നും നേരത്തെ തന്നെ അവർ തയ്യാറല്ല. അവർ ഇത്തരത്തിൽ അപരിഷ്കൃതമായ ഒരു സർക്കുലർ ഇറക്കുക മാത്രമാണ് അവർ ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ ഈ മാസം 4-ാം തീയതിയാണ് ഇത്തരമൊരു സർക്കുലർ ഹീര ഫ്ലാറ്റിൽ അവർ ഒട്ടിച്ചത്. ആ ഫ്ലാറ്റിൽ 6 ഫ്ലാറ്റുകളിലായിരുന്നു ഇത്തരത്തിൽ അവിവാഹിതർ താമസിച്ചിരുന്നത്. അതിൽ 12B ഫ്ലാറ്റിൻ്റെ ഉടമയാണ് ഈ ബാച്ചിലേഴ്സിന് വേണ്ടി കോടതിയെ സമീപിച്ചത്. വാടകക്കാരല്ല, ഉടമ തന്നെയാണ് സമീപിച്ചത്. ഉടമ കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയുടെ ഇപ്പോൾ ഈ നേരത്തെയുള്ള സർക്കുലറിന് ഒരു സ്റ്റേ ഓർഡർ ലഭിച്ചിരിക്കുന്നു. നിലവിൽ ഈ സർക്കുലർ പ്രകാരമുള്ള ഒരു കാര്യങ്ങളും നടത്താൻ പാടില്ല. ഈ സർക്കുലറിനാണ് സ്റ്റേ ലഭിച്ചിരിക്കുന്നത്. അതായത് സർക്കുലറിൽ പ്രധാനമായി പറഞ്ഞിരുന്ന 6 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും സുപ്രധാനം ബാച്ചിലർ അല്ലെങ്കിൽ അവിവാഹിതർ 2 മാസത്തിനകം ഫ്ലാറ്റ് വിട്ട് പോകണമെന്നുള്ളതാണ്. അതുകൂടാതെ ഈ 2 മാസ കാലയളവിൽ ഇവർക്ക് പുറത്തു നിന്ന് ആരും ഇവരെ കാണാൻ വരാൻ പാടില്ല. ഇവരുടെ രക്തബന്ധത്തിലുള്ള അച്ഛനോ അമ്മയോ തുടങ്ങി രക്തബന്ധത്തിലുള്ളവർ മാത്രമേ ഇവരെ കാണാൻ വരാൻ പാടുള്ളൂ. അതും രാത്രി സമയത്തേക്ക് ഇവർ ഫ്ലാറ്റിലേക്ക് കയറാൻ പാടില്ല. തുടങ്ങിയവയെല്ലാമായിരുന്നു ഇവർക്കുണ്ടായിരുന്ന നിയന്ത്രണം. അതും 2 മാസത്തിനകം ഇവർ ഫ്ലാറ്റ് വിട്ട് പോകണം എന്നുള്ള നിർദ്ദേശവും ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ അവരുടെ അസോസിയേഷൻ തീരുമാനമായി അവിടെ ഒട്ടിച്ചിരുന്നു. എന്തായാലും ആ തീരുമാനത്തിനാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. എന്തായാലും കോടതി ഉചിതമായ ഒരു ഇടപെടൽ, നിലവിൽ ഒരു സ്റ്റേ നൽകിക്കൊണ്ട് ഒരു ഇടപെടൽ എടുത്തിരിക്കുന്നു. ഇനി ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ വശം അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമായിരിക്കും ഒരു അന്തിമ വിധിയിലേക്ക് എത്തുക. എന്തായാലും ഈ 6 ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ബാച്ചിലേഴ്സായ ആൾക്കാർക്കാർക്കും ഈ 2 മാസത്തിനകം എന്തായാലും ഫ്ലാറ്റ് വിട്ട് പോകേണ്ടി വരില്ല. ആ സർക്കുലറിന് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നു. താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഉമേഷ്, ഇക്കാര്യത്തിൽ കോടതിയെ അങ്ങോട്ട് സമീപിച്ച് പണി മേടിക്കുകയാണ് ശരിക്ക് ഈ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷന് സംഭവിച്ചിരിക്കുന്നത്? അതാണോ? ഇനി ഇതിലെ നടപടികൾ പൂർത്തിയാക്കാതെ മേൽക്കോടതിയോ മറ്റോ സമീപിക്കുക എന്നത് സാധ്യമല്ലല്ലോ, അല്ലേ? അങ്ങനെയല്ല, അങ്ങോട്ട് സമീപിക്കുകയല്ല. അതായത് ഈ ബാച്ചിലേഴ്സിന് വാടകയ്ക്ക് കൊടുത്തതിൽ 12Bയുടെ ഉടമ ഇത്തരത്തിൽ ബാച്ചിലേഴ്സ് അവിടെ താമസിക്കുന്നതിന് എതിർപ്പില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പോലും വകവയ്ക്കാതെയായിരുന്നു ഈ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ അത്തരമൊരു സർക്കുലർ അവിടെ പതിച്ചത്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഉടമ കോടതിയെ സമീപിച്ചത്. അനുകൂലമായ ഒരു സ്റ്റേ ഓർഡർ വാങ്ങിയെടുത്തത്. അനുകൂല സ്റ്റേ ഓർഡറാണ് ഇത്, പ്രതികൂല സ്റ്റേ ഓർഡർ അല്ല. എന്തായാലും അവർക്ക് അനുകൂലമായി, അതായത് ബാച്ചിലേഴ്സിന് അനുകൂലമായ ഒരു സ്റ്റേ ഓർഡറാണ്. സർക്കുലറിന് സ്റ്റേ വേണം, ഇഞ്ചക്ഷൻ വേണമെന്നുള്ള സ്യൂട്ട് തന്നെ, അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം തന്നെയായിരുന്നു കോടതി. ഇനി എന്നാണ് കോടതി ഈ കേസ് പരിഗണിക്കുക? അതിനു മുൻപ് ആരെയൊക്കെ കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്? ഇതിൽ കക്ഷികൾ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ മാത്രമാണ് എതിർകക്ഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എതിർകക്ഷിയെ മാത്രം, ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷനെ മാത്രമായിരിക്കും കേൾക്കുക. ആവശ്യമെങ്കിൽ ഈ ബാച്ചിലേഴ്സിനെ കൂടി കേൾക്കാൻ സാധ്യതയുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം നിലവിൽ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷന് വേണ്ടി മാത്രമായിരിക്കും ഇതിനൊരു അവരുടെ വേർഷൻ മാത്രമായിരിക്കും ഇനി കേൾക്കാൻ സാധ്യത. എന്തായാലും അത് കേട്ട ശേഷം മാത്രമായിരിക്കും കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിലെ സാഹചര്യത്തിൽ ഇവർ ഒരു തീരുമാനം, അതായത് നിലവിലെ ഈ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ നിലവിലെ തീരുമാനത്തിന് എതിരായി കോടതി എന്തായാലും ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞിരുന്നു. രാത്രിയാകുമ്പോൾ ഫ്ലാറ്റിൻ്റെ ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നു, ലിഫ്റ്റിൽ രാത്രിയായി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഗേറ്റ് പൂട്ടുന്നു തുടങ്ങി പ്രാഥമിക ആവശ്യങ്ങൾ ഇപ്പോൾ ജോൺ മത്തായി, യുവതികൾ താമസിക്കുന്ന ഫ്ലാറ്റ്
ഫ്ളാറ്റിന്റെ ഓണർ, കോടതിയെ സമീപിച്ച വ്യക്തി ജോൺ മത്തായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോൺ മത്തായി, താങ്കൾക്ക് അനുകൂലമായ ഒരു നടപടിയാണ് പ്രാഥമികമായി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്റ്റേ ഉത്തരവ് ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇനിയുള്ള നീക്കങ്ങൾ എന്താ? അസോസിയേഷൻ ഇവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ട നോട്ടീസ് നാച്ചുറൽ ജസ്റ്റിസിന് വിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യമായി. അതായത് ഒരു ഫ്ളാറ്റുകളിലും ഇങ്ങനെ ഒരു വിവേചനം ഇല്ലെങ്കിൽ അവിടെ താമസക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനം ഒരു ഫ്ളാറ്റുകാരും എടുക്കാറില്ല. ഇത് അസോസിയേഷൻ അവരുടെ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തത്. എല്ലാ ഫ്ളാറ്റ് ഓണേഴ്സും ഈ ഒരു തീരുമാനത്തിനെതിരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചതും കോടതി ആ നോട്ടീസിൽ തുടർ നടപടികള് നിർത്തിവെച്ചുകൊണ്ട് ഓർഡർ ഇടുകയും ചെയ്തത്. താങ്കൾക്ക് പൂർണ്ണ തൃപ്തിയാണോ കോടതിയുടെ ഈ ഇടപെടലിലുള്ളത്? പ്രാഥമികമായ അവരുടെ ആവശ്യങ്ങൾ തടയരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീ ജോൺ മത്തായി, കേൾക്കാമോ? താങ്കൾക്ക് പൂർണ്ണ തൃപ്തിയാണോ ഇപ്പോഴത്തെ ഈ കോടതി ഇടപെടലുകളിൽ ഉണ്ടായിട്ടുള്ളത്? പ്രാഥമിക ആവശ്യങ്ങൾ തടയരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കോടതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്. നമ്മൾ താമസക്കാർക്ക് ഇവിടെ സമാധാനപരമായി താമസിക്കാൻ വേണ്ട ഒരു കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിന് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഓക്കെ, ഈ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ മൂവ് എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമോ? അവർ പരസ്യ പ്രതികരണത്തിനൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. താങ്കളുമായി എന്തെങ്കിലും കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർ ഇപ്പോൾ? ഇല്ല. ഓക്കെ, ശരി. വളരെ നന്ദി ശ്രീ ജോൺ മത്തായി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും അദ്ദേഹം ആണ് കോടതിയെ സമീപിക്കുന്നത്. അതിലാണ് ഇപ്പോൾ അനുകൂലമായ ഒരു സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവരുടെ സർക്കുലറിന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ് കോടതി. മാത്രവുമല്ല, ഈ സദാചാരം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവിവാഹിതരാണെന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം അവരെ പുറത്താക്കാൻ പാടില്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് തടസ്സമുണ്ടാകരുത് എന്നൊരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്.